വേറ്റുവിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ റിഫ്രാക്ഷൻ ആൻഡ് റെറ്റിനോസ്കോപ്പി എന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെക്ഷനിലെ ഫസ്റ്റ് ക്ലാസ് ആണിത്. ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക. നമ്മൾ സിലബസിൻ്റെ കറക്റ്റ് ഓർഡറിലാണ് ക്ലാസ്സുകൾ ഇട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെക്നിക് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ആൻ ഒബ്ജക്റ്റീവ് മെഷർ ഓഫ് റിഫ്രാക്റ്റീവ് സ്റ്റാറ്റസ് ഓഫ് ആൻ ഐ ഈസ് കോൾഡ്. ഓപ്ഷൻസ്: എ റെറ്റിനോസ്കോപ്പി, ബി പ്യൂപ്പുലോസ്കോപ്പി, സി സ്കയാസ്കോപ്പി, ഡി ഓൾ ഓഫ് ദീസ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൂടുതൽ പേരും എന്ത് ചെയ്യും? ഫസ്റ്റ് ഓപ്ഷൻ എ റെറ്റിനോസ്കോപ്പി എന്ന് കാണുമ്പോൾ അതന്നെ മാർക്ക് ചെയ്യാൻ പോകും. പക്ഷേ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ വായിക്കുക. റെറ്റിനോസ്കോപ്പിയുടെ തന്നെ അതർ നെയിംസ് ആണ് പ്യൂപ്പുലോസ്കോപ്പി, സ്കയാസ്കോപ്പി, വേറെയുണ്ട് ഷാഡോസ്കോപ്പി, കോർസ്കോപ്പി, അംബ്രാസ്കോപ്പി, സ്കോട്ടോസ്കോപ്പി, ഇവയൊക്കെ. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. അപ്പോൾ റെറ്റിനോസ്കോപ്പിയുടെ അതർ നെയിംസ് കൂടെ ഓർത്ത് വെക്കുക. പ്യൂപ്പുലോസ്കോപ്പി, സ്കയാസ്കോപ്പി, ഷാഡോസ്കോപ്പി, കോർസ്കോപ്പി, അംബ്രാസ്കോപ്പി, സ്കോട്ടോസ്കോപ്പി. ഇതൊക്കെ കണ്ട റെറ്റിനോസ്കോപ്പി ആണെന്നും കൂടെ അറിയണം, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ എക്സാമ്പിൾ ഫോർ സെൽഫ് ഇല്ലുമിനേറ്റഡ് റെറ്റിനോസ്കോപ്പ്. ഓപ്ഷൻസ്: എ പ്ലെയിൻ മിറർ, ബി സ്ട്രീക്ക് റെറ്റിനോസ്കോപ്പി, സി പ്രീസ്ലി സ്മിത്ത് മിറർ, ഡി ഓൾ ഓഫ് ദീസ്. ഇതെല്ലാം നമുക്ക് അറിയുന്നതായിരിക്കും, പക്ഷെ നമ്മൾ അശ്രദ്ധ കൊണ്ട് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താ ഇവിടെ സെൽഫ് ഇല്ലുമിനേറ്റഡ് റെറ്റിനോസ്കോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റിഫ്ലക്റ്റിംഗ് ടൈപ്പ് റെറ്റിനോസ്കോപ്സും ഉണ്ട്, അതുപോലെ സെൽഫ് ഇല്ലുമിനേറ്റഡ് റെറ്റിനോസ്കോപ്പും ഉണ്ട്. ഇതിൽ പ്ലെയിൻ മിറർ, പ്രീസ്ലി സ്മിത്ത് മിറർ, ഇതൊക്കെ എന്താണ് റിഫ്ലക്റ്റിംഗ് ടൈപ്പ് റെറ്റിനോസ്കോപ്സിൽ വരുന്നതാണ്. നമ്മുടെ സ്ട്രീക്ക് റെറ്റിനോസ്കോപ്പി, അതുപോലെ സ്പോട്ട് റെറ്റിനോസ്കോപ്പി ഒക്കെ ഉണ്ട്. ഇവയൊക്കെ സെൽഫ് ഇല്ലുമിനേറ്റഡ് റെറ്റിനോസ്കോപ്പിൽ വരുന്നവയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി സ്ട്രീക്ക് റെറ്റിനോസ്കോപ്പി ആണ് സെൽഫ് ഇല്ലുമിനേറ്റഡ് റെറ്റിനോസ്കോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീസ്ലി സ്മിത്ത് മിറർ ഈസ് എ. ഓപ്ഷൻസ്: എ പ്ലെയിൻ ആൻഡ് കോൺകേവ് മിറർ, ബി പ്ലെയിൻ ആൻഡ് കോൺവെക്സ് മിറർ, സി കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ, ഡി നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? പ്രീസ്ലി സ്മിത്ത് മിറർ എന്ന് പറയുന്നത് ക്ലിനിക്സിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒന്നാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പ്ലെയിൻ ആൻഡ് കോൺകേവ് മിറർ ആണ് പ്രീസ്ലി സ്മിത്ത് മിറർ എന്ന് പറയുന്നത്. ഒരറ്റത്ത് പ്ലെയിൻ മിററും ഉണ്ടാവും, മറ്റേ അറ്റത്തായിട്ട് കോൺകേവ് മിററും ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോവിങ്. ഓപ്ഷൻസ്: എ ഇൻ സ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പി അക്കോമഡേഷൻ ഈസ് ആക്റ്റീവ്, ബി ഇൻ സ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പി അക്കോമഡേഷൻ ഈസ് റിലാക്സ്, സി ഇൻ ഡൈനാമിക് റെറ്റിനോസ്കോപ്പി അക്കോമഡേഷൻ ഈസ് ആക്റ്റീവ്, ഡി ബോത്ത് ബി ആൻഡ് സി. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി ആണ്. സ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പിയും ഉണ്ട്, ഡൈനാമിക് റെറ്റിനോസ്കോപ്പിയും ഉണ്ട്. സ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പിയിൽ നമ്മൾ ടാർഗറ്റ് കൊടുക്കുന്നത് 6/60 അതായത് ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു ടാർഗറ്റാണ് നമ്മൾ കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? അക്കോമഡേഷൻ എന്തായിരിക്കും? റിലാക്സ് ആയിരിക്കും. എന്നാൽ ഡൈനാമിക് റെറ്റിനോസ്കോപ്പിയുടെ കേസിൽ അക്കോമഡേഷൻ എന്താണ്? ആക്റ്റീവ് ആണ്. അവിടെ നമ്മൾ നിയറിലാണ് ടാർഗറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ റെറ്റിനോസ്കോപ്പ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആ റെറ്റിനോസ്കോപ്പിൽ തന്നെ നമ്മളൊരു ടാർഗറ്റ് കൂടെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? അവിടെ അക്കോമഡേഷൻ ആക്റ്റീവ് ആയിരിക്കും. ഇതാണ് സ്റ്റാറ്റിക് റെറ്റിനോസ്കോപ്പിയും ഡൈനാമിക് റെറ്റിനോസ്കോപ്പിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾ ഓഫ് റെറ്റിനോസ്കോപ്പി ഈസ്. ഓപ്ഷൻസ്: എ ഷീനർ പ്രിൻസിപ്പിൾ, ബി ഹെറിങ്സ് പ്രിൻസിപ്പിൾ, സി ഫാക്കോൾസ് പ്രിൻസിപ്പിൾ, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ റെറ്റിനോസ്കോപ്പിയുടെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് ഫാക്കോൾസ് പ്രിൻസിപ്പിൾ ആണ്. ഓപ്ഷൻ സി ഫാക്കോൾസ് പ്രിൻസിപ്പിൾ ആണ്. ഇനി ഫാക്കോൾസ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത് നോക്കുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ എക്സാമിനർ ഷുഡ് സ്റ്റിമുലേറ്റ് ഇൻഫിനിറ്റി അറ്റ് ദി വർക്കിംഗ് ഡിസ്റ്റൻസ് ടു ഒബ്റ്റെയിൻ റിഫ്രാക്റ്റീവ് എറർ. ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നമ്മൾ റിഫ്രാക്ഷൻ വഴി എന്താണ് ചെയ്യുന്നത്? റിഫ്രാക്റ്റീവ് എററിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലെൻസസ് വെച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്ത് അതിനെ എമ്മിട്രോപ്പി ആയിട്ട് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് എമ്മിട്രോപ്പിയുടെ കേസിൽ നമുക്കറിയാം ഫാർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ്. സോ ആ ഇൻഫിനിറ്റിയെ തന്നെ നമ്മൾ വർക്കിംഗ് ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാണ്? സ്റ്റിമുലേറ്റ് ചെയ്യാണ് റിഫ്രാക്റ്റീവ് എറർ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്, ഫാർ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യാണ്. ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഒരു എമ്മട്രോപ്പിക് അതിൻ്റെ ഫാർ പോയിന്റ് നമുക്ക് ഇൻഫിനിറ്റി ആണെന്ന് അറിയാം. പക്ഷെ നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്നവർ എന്തെങ്കിലും റിഫ്രാക്റ്റീവ് എറർ ഉള്ളവരായിരിക്കും. അപ്പോൾ നമുക്കത് എന്ത് കിട്ടില്ല, നമുക്ക് ഇൻഫിനിറ്റിയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ അപ്രോപ്രിയേറ്റ് ലെൻസസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത് ന്യൂട്രലൈസ് ചെയ്ത് ആ ഒരു ഫാർ പോയിന്റിനെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുവരുവാണ്. ഇവിടെ എന്തായിരിക്കും, അക്കോമഡേഷൻ ഏറ്റവും മിനിമവും ആയിരിക്കും. ഈ ഒരു കണ്ടീഷൻസിലാണ് നമ്മൾ റെറ്റിനോസ്കോപ്പി ചെയ്യുക. ഇതാണ് ഫാക്കോൾട്ട് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെക്സ്റ്റിൽ ഈ ഫാക്കോൾട്ട് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി ആർ പെർഫോമിംഗ് റെറ്റിനോസ്കോപ്പി അറ്റ് 66 cm, then the power for the working distance correction will be deducted by options A 1 diopter, B 1.5 diopter, C 2 diopter, D 2.5 diopter. നമുക്കറിയാം, നമ്മൾ റെറ്റിനോസ്കോപ്പി പെർഫോം ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസിലാണ് ഇരിക്കുക. അത് നോർമലി നമ്മളെല്ലാവരും 66 cm ഇരിക്കാറുള്ളത്. അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു കറക്ഷനായിട്ട് നമ്മൾ എത്ര കുറക്കണം, നമുക്ക് കിട്ടുന്ന നെറ്റ് റിഫ്രാക്റ്റീവ് പവറിൽ നിന്നും. സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ കറക്ഷൻ എങ്ങനെയാണ് വരിക, 100/, ആ സെൻറ്റിമീറ്ററിലുള്ള വാല്യൂ ആയിരിക്കും. എന്നാൽ മീറ്ററിലാണെങ്കിൽ 1/, ആയിരിക്കും. അതായത് ഇവിടെ 66 cm വർക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ ആൻസർ വരിക 100/66 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 ഡയോപ്റ്റർ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. ഇനി അപ്പോൾ മീറ്ററിലാണ് നമുക്കൊരു 0.5 മീറ്റർ, അര മീറ്ററിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ 1/2 ചെയ്യുക, അതായത് 2 ഡയോപ്റ്റർ കിട്ടും. ഇനി അര എന്നുള്ളതിന് അര മീറ്ററിന് പകരം 50 cm എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, 100/50 ചെയ്യുക, അപ്പോൾ 2 ഡയോപ്റ്റർ തന്നെ കിട്ടും. അങ്ങനെയാണ് ആൻസർ. അതായത് നമ്മുടെ ഡയോപ്റ്റർ വാല്യൂസ് എപ്പോഴും മീറ്റർ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ സെൻറ്റിമീറ്റർ വാല്യൂവിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും അവിടെ മേലെ ഒരു 100 വരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക, ബേസിക് മാത്സ് ആണ്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ, 75 cm ആണ് വർക്കിംഗ് ഡിസ്റ്റൻസ് എങ്കിൽ നമ്മൾ എത്രയാണ് അതിൻ്റെ കറക്ഷനായിട്ട് ഡിഡക്റ്റ് ചെയ്യേണ്ടത് ടോട്ടൽ പവറിൽ നിന്നും? കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Dynamic retinoscopy gives an objective refraction for options A near vision, B distance vision, C both A and B, D none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഡൈനാമിക് റെറ്റിനോസ്കോപ്പിയിൽ അക്കോമഡേഷൻ ആക്റ്റീവ് ആണ്, നിയറിലാണ് നമ്മൾ ടാർഗറ്റ് കൊടുക്കുക. സോ ഡൈനാമിക് റെറ്റിനോസ്കോപ്പി ഗീവ്സ് ആൻ ഒബ്ജക്റ്റീവ് റിഫ്രാക്ഷൻ ഫോർ നിയർ വിഷൻ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷാഡോസ്കോപ്പി ഈസ് അനദർ നെയിം ഫോർ ഓപ്ഷൻസ് എ പെരിമെട്രി, ബി ഗോണിയോസ്കോപ്പി, സി ടോണോമെട്രി, ഡി റെറ്റിനോസ്കോപ്പി. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി റെറ്റിനോസ്കോപ്പി ആണ് ആൻസർ. റെറ്റിനോസ്കോപ്പിയുടെ അതർ നെയിംസ് ആണ് ഷാഡോസ്കോപ്പി, സ്കയാസ്കോപ്പി, ആംബ്രോസ്കോപ്പി, കോസ്കോപ്പി, ഇവയൊക്കെ പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് റെറ്റിനോസ്കോപ്പി വിത്ത് എ പ്ലെയിൻ മിറർ ഫ്രം എ ഡിസ്റ്റൻസ് ഓഫ് 1 meter, no movement of pupillary red reflex with the movement of the mirror indicates. ഇതിൻ്റെ ആൻസർ എന്താ വരിക? 1 meter ഇരുന്നിട്ട് റെറ്റിനോസ്കോപ്പി ചെയ്യാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെഡ് റിഫ്ലെക്സ് എന്ന് പറയുന്നത് നോ മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. പെട്ടെന്ന് പോയി എമെട്രോപ്പിയ എന്ന് പോയിട്ട് എഴുതാൻ നിൽക്കരുത്. മൂവ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ എന്താണ് അർത്ഥം? നമ്മൾ റെറ്റിനോസ്കോപ്പി ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി ഉള്ള മൂവ്മെൻറ്റ് നോക്കും, വെർട്ടിക്കലി ഉള്ള മൂവ്മെൻറ്റ് നോക്കും. രണ്ടും കിട്ടുന്നില്ല, നോ മൂവ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റെറ്റിനോസ്കോപ്പി വഴി കിട്ടിയ പവർ 0 ആണെന്നാണ് അർത്ഥം. പക്ഷെ കഴിഞ്ഞിട്ടില്ല, നമുക്ക് എന്തുകൂടെ ബാക്കിയുണ്ട്? വർക്കിംഗ് ഡിസ്റ്റൻസിനുള്ള കറക്ഷൻ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് കുറക്കണം. അപ്പോൾ ഇവിടെ 1 meter ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്കറിയാം വർക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് നമ്മൾ കുറയ്ക്കേണ്ട പവറായിട്ട് വരിക. അപ്പോൾ ഇവിടെ 1 meter ആയതുകൊണ്ട് 1/1 1 തന്നെ വരും. അപ്പോൾ നമ്മൾ 1 diopter കുറയ്ക്കണം. അപ്പോൾ നമുക്ക് നെറ്റ് പവർ എന്താ കിട്ടുക? അതായത് നമ്മൾക്ക് കിട്ടിയ 0, നോ മൂവ്മെൻ്റ് ആണ്, അപ്പോൾ 0 പവർ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ 1 diopter എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ നമുക്ക് -1 diopter കിട്ടുക. അപ്പോൾ അതിനർത്ഥം പേഷ്യൻറ്റിന് 1 diopter മയോപ്പി ആണെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി, മയോപ്പി ഓഫ് 1 diopter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രയൽ സെറ്റ് കണ്ടെയ്ൻസ് സിലിണ്ടറിക്കൽ പവർ റേഞ്ചസ് ഫ്രം ഓപ്ഷൻസ് എ 0.25 to 3 diopter, ബി 0.25 to 6 diopter, സി 0.50 to 9 diopter, ഡി 1 diopter to 10 diopter. ഒരു ട്രയൽ സെറ്റിൽ നോർമലി എന്തൊക്കെ ഉണ്ടാവും? സ്ഫെറിക്കൽ ലെൻസസ് ഉണ്ടാവും, സിലിണ്ടറിക്കൽ ലെൻസസ് ഉണ്ടാവും, പ്രിസംസ് ഉണ്ടാവും, വേറെ ആക്സസറീസ് ആയിട്ട് മാഡോക്സ് റോഡ്, പിന്നെ ഒപ്പാക് ഡിസ്ക്സ്, അതുപോലെ പ്ലാനോ ലെൻസസ്, പിൻ ഹോള്, പിന്നെ സ്റ്റീനോപിക് ഡിസ്ക്സ്,
റെഡ് ആൻഡ് ഗ്രീൻ ഗ്ലാസസ്, ഇവയൊക്കെയാണ് സാധാരണ നോർമലി ഒരു ട്രയൽ സെറ്റിൽ ഉണ്ടാവുക. ഇതിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്ഫെറിക്കൽ ലെൻസസിൻ്റെയും സിലിണ്ടറിക്കൽ ലെൻസസിൻ്റെ ഒക്കെ പവർ റേഞ്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ സിലിണ്ടറിക്കൽ പവർ റേഞ്ചാണ് ചോദിച്ചിട്ടുള്ളത്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ട്രയൽ സെറ്റിലൊക്കെ ഒരു 0.25 to 6 ഡയോപ്റ്റർ ആണ് പവർ റേഞ്ച്. ഇതിൽ തന്നെ നമ്മൾ 0.25 to 2 ഡയോപ്റ്റർ വരെയൊക്കെ 0.25 ആണ് ഇൻക്രിമെൻറ്റ് ഓരോ ലെൻസിൻ്റെ ഇടയിലും. അതായത് ഒരു 0.25 കഴിഞ്ഞാൽ അടുത്ത 0.50 ലെൻസ് നമുക്ക് കാണാൻ പറ്റും, പിന്നെ 0.75 കാണാൻ പറ്റും, അങ്ങനെ. ഇനി 2 ഡയോപ്റ്റർ മുതൽ 6 ഡയോപ്റ്റർ വരെ 0.50 വെച്ചാണ് ഇൻക്രിമെൻറ്റ്. അതായത് 2 ഡയോപ്റ്റർ കഴിഞ്ഞാൽ 2.25 ഉണ്ടാവില്ല, 2.5 ആണ് ഉണ്ടാവുക. 2.5 കഴിഞ്ഞാൽ 3 ഡയോപ്റ്ററുടെ ആയിരിക്കും ലെൻസ് ഉണ്ടാവുക. അങ്ങനെ 6 ഡയോപ്റ്റർ വരെ 0.5 ഇൻക്രിമെൻറ്റിൽ ഉണ്ടായിരിക്കും. ഇത്രയാണ് സിലിണ്ടറിക്കൽ ലെൻസിൻ്റെ പവറിൻ്റെ ഓർഡർ. ഇനി സ്ഫെറിക്കൽ ലെൻസസിൻ്റെ പവറും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ടോട്ടൽ ഒരു 20 ഡയോപ്റ്റർ വരെ ഉണ്ടാവും. 0.12 സ്റ്റാർട്ട് ചെയ്ത് 20 ഡയോപ്റ്റർ വരെ ഉണ്ടാവും. ഇനി ഒരു ട്രയൽ സെറ്റ് കാണുമ്പോൾ അതിൽ എങ്ങനെയാണ് പവറിൻ്റെ ഓർഡർ, സ്ഫെറിക്കൽ പവറൊക്കെ എത്രയൊക്കെയാണ് വരുന്നത്, അതിൻ്റെ ഇൻക്രിമെൻറ്റ്സ് എത്രയൊക്കെയാണ് വരുന്നത്, അതുപോലെ സിലിണ്ടറിക്കൽ ലെൻസൊക്കെ എങ്ങനെയാണ് കിടക്കുന്നത്, പിന്നെ വേറെ എന്തൊക്കെയാണ് ട്രയൽ സെറ്റിൻ്റെ ഉള്ളിലുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. All the following are consist of a standard trial box except options: A. Spherical and cylindrical lenses, B. Maddox wing and Maddox rod, C. Maddox rod and stenopic disc, D. pinhole and opaque discs. ഇതിൽ ട്രയൽ സെറ്റിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന ചോദ്യം. ഇതിൻ്റെ ആൻസർ എന്താണ്? ശ്രദ്ധിച്ച് നോക്കുക, നമുക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ നമ്മൾ ഇതൊക്കെ തെറ്റിച്ചു പോവും. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മഡോക്സ് വിങ് എന്തില്ല, ട്രയൽ സെറ്റിലില്ല, മഡോക്സ് റോഡാണ് ഉള്ളത്. മഡോക്സ് വിങ് നമ്മൾ നിയറിലുള്ള ഹെട്രോഫോറിയ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നമ്മളെ ട്രയൽ സെറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല. വേറെ സ്ഫെറിക്കൽ ലെൻസസും സിലിണ്ടറിക്കൽ ലെൻസസും മഡോക്സ് റോഡും സ്റ്റീനോപ്പിക് ഡിസ്കും അതുപോലെ പിൻഹോളും ഒപ്പാക് ഡിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഒക്ലൂഡേഴ്സ് ആണ്. ഇതൊക്കെ എന്തുണ്ടാവും, ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ട്രയൽ ബോക്സിൽ ഉണ്ടാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ട്രയൽ ഫ്രെയിം കണ്ടെയ്ൻസ് അറ്റ് ലീസ്റ്റ് ഓപ്ഷൻസ്: A 3 to 4 compartments, B 1 to 2 compartments, C 4 to 5 compartments, D none of these. ഒരു ട്രയൽ ഫ്രെയിമിൽ ഏറ്റവും അറ്റ്ലീസ്റ്റ് 3 കമ്പാർട്ട്മെൻറ്റ്സ് എങ്കിലും ഉണ്ടാവണം എന്നാണ്. അതിൽ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സ്ഫെറിക്കൽ ലെൻസസ്, പിന്നെ അടുത്ത കമ്പാർട്ട്മെൻറ്റിൽ സിലിണ്ടറിക്കൽ ലെൻസസ്, പിന്നെ നെക്സ്റ്റ് നമ്മൾ ഒക്ലൂഡർ അല്ലെങ്കിൽ വേറെയുള്ള ആക്സസറീസിനുള്ള ഏരിയ, ഇങ്ങനെയാണ് 3 കമ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയാം. പക്ഷേ ഒരു 3 to 4 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത്. 4th കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നിയർ വിഷനുള്ള ലെൻസസ് ഇടാം. ഇനി 4 കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ലാത്ത 3 കമ്പാർട്ട്മെൻറ്റ്സേ ഉള്ളൂ എങ്കിൽ അതിൽ നമ്മൾ ഫ്രെയിമിൻ്റെ സൈഡ് പീസസ് തമ്മിൽ ഒരു ജോയിനിങ് ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിയർ വിഷൻ്റെ ലെൻസസ് ഇടാൻ പറ്റും. അങ്ങനെയാണ് 3 കമ്പാർട്ട്മെൻറ്റ്സ് ഉള്ളവയിൽ നമ്മൾ ലെൻസസ് ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ 3 to 4 കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The entire trial set of lenses and accessories are mounted on a circular wheel called options: A. Phoropter, B. Retinoscope, C. Ophthalmoscope, D. none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഫൊറോപ്റ്റർ ആണ്. ഫൊറോപ്റ്ററെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, റിഫ്രാക്ടർ എന്നും പറയും. ഇതാണ് ഫൊറോപ്റ്റർ അല്ലെങ്കിൽ റിഫ്രാക്ടറിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. ഇതിലെന്താ കണ്ടെത്തണം മനസ്സിലാവും. എൻ്റയർ ട്രയൽ സെറ്റ് ഓഫ് ലെൻസസ് ആൻഡ് ആക്സസറീസ് ഇതിൽ തന്നെ ഈ ഒരു സർക്കുലർ വീലിൽ തന്നെ മൗണ്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതിൽ ഒരു വ്യൂവിങ് സിസ്റ്റത്തിൻ്റെ ഒരു അപ്പർച്ചർ ഉണ്ടാവും. നമ്മൾ അതിനോട് കണക്ട് ചെയ്തുള്ള ഒരു ഡയൽ ടേൺ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വേണ്ട പവറൊക്കെ മുമ്പിൽ വരും. ഒരുപാട് ടൈം സേവ് ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിഫ്രാക്ഷനൊന്നും കോമൺ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ റിഫ്രാക്ഷൻ ആൻഡ് റെറ്റിനോസ്കോപ്പി എന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് 1-2 ക്ലാസ്സുകൾ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നിട്ടില്ല, പക്ഷെ എന്തായാലും ഉടനെ തന്നെ കൺഫർമേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു 3 to 4 മന്ത്സിൻ്റെ ഉള്ളിലൊക്കെ എക്സാംസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. ഇനിയിപ്പോൾ കൂടുതൽ സമയമില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.